പേപ്പർ 2 ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ലെറ്റ് n denote the set of positive integers. Consider set a b അവർ തന്നിട്ടുണ്ട്. s b the set of all functions. ആകെ ഈ ക്രൈറ്റീരിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. f of 2 ആവരുത്, f of 4 ആവരുത്. അതിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? t എന്താണ്? t എന്താ പറയുന്നത്? there exists function g such that g of f of x is equal to 2 raised to x for all x. അപ്പോൾ g എന്ന് പറഞ്ഞ g of f of x എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ എഫിന്റെ ഡൊമൈൻ ആയിട്ടുള്ള എയിൽ നിന്ന് പിന്നെ ജിയുടെ കോമ ഡൊമൈൻ ആയിട്ട് എന്നിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എഫ് എന്തായിട്ട് എടുക്കണം? എഫ് ഇൻജക്റ്റീവ് ആയിട്ട് എടുക്കണം. അത് മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം എഫ് ഇൻജക്റ്റീവ് അല്ലാന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് 1 5ലേക്കാണ് മാപ്പ് ചെയ്യണത്, എഫ് ഓഫ് 3 5ലേക്കാണ് മാപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. എഫ് ഓഫ് 1 5ലേക്കാണ്, എഫ് ഓഫ് 3 5ലേക്കാണ് മാപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോ നമ്മുടെ ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞ സാധനം എന്താന്ന് കിട്ടും? 2 ആന്ന് കിട്ടും. അഥവാ ജി ഓഫ് 5 is equal to 2 എന്ന് കിട്ടും. ഓക്കെ, ജി ഓഫ് എഫ് ഓഫ് 3, ജി ഓഫ് എഫ് ഓഫ് 3, ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞ സാധനം 2 ക്യൂബ് ആന്ന് കിട്ടും. അഥവാ ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ അഗൈൻ ജി ഓഫ് 5 is equal to 8 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കണ്ടോ, ജി ഓഫ് 5ന് 2ഉം കിട്ടും 8ഉം കിട്ടും. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യണം? എഫ് നമ്മൾ ഇൻജക്റ്റീവ് ആയിട്ട് എടുക്കണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കോഡൊമൈൻ അവിടെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ വി ഹാവ് ടു ചൂസ് എഫ് ഇൻ സച്ച് എ വേ ദാറ്റ് എഫ് ഇസ് ഇൻജക്റ്റീവ്. പക്ഷെ എന്ത് ചെയ്യണം? എഫ് ഓഫ് 2 നോട്ട് ഈക്വൽ ടു 2ഉം എഫ് ഓഫ് 4 നോട്ട് ഈക്വൽ ടു 4 ആയിട്ടുള്ള ഇൻജക്റ്റീവ് ഫംഗ്ഷനുകളാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് മാത്രം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വെച്ചാല് ടോട്ടൽ നമ്പറിൽ നിന്ന് എന്ത് ചെയ്യണം? അതായത് എഫ് ഓഫ് 2 ആകാൻ പാടില്ല. ഓക്കെ, എഫ് ഓഫ് 2 നോട്ട് ഈക്വൽ ടു 2ഉം ആൻഡ് എഫ് ഓഫ് 4 നോട്ട് ഈക്വൽ ടു 4ഉം ആണ്. അപ്പൊ ടോട്ടലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ഓർ എഫ് ഓഫ് 4 is equal to 4 ആയിട്ടുള്ള കേസസ് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് കിട്ടാന് ഒരു പ്രശ്നമില്ല. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യില് നോക്കിക്കേ 5 എലമെന്റ് ഉള്ള സെറ്റിൽ നിന്ന് 7 എലമെന്റിലേക്ക് പോകണം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ 7p5 ആണ്. അത് കിട്ടി. ഇനി എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ഓർ എഫ് ഓഫ് 4 ഈക്വൽ ടു 4. എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ആവണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ആവണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരെണ്ണം മാപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ വരാൻ പോണ? 6p4 ആയിരിക്കും. 6p4 ആയിരിക്കും. എഫ് ഓഫ് 4 is equal to 4 ആവണ കേസ് എന്ന് പറഞ്ഞാൽ 6p4 ആയിരിക്കും. ഇനി ഇതിന്റെ ആൻഡ് എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ആൻഡ് എഫ് ഓഫ് 4 is equal to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് 5p3 ആയിരിക്കും. അപ്പൊ മൈനസ് 5p3. അപ്പൊ ബേസിക്കലി 6p4 പ്ലസ് 6p4 മൈനസ് 5p3 ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളെ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ഉപയോഗിച്ചിട്ട് എന്താ ഇതിന്ന് ഒഴിവാക്കേണ്ടത്? 7p5 എന്ന് ഒഴിവാക്കേണ്ടത്. അപ്പൊ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. 6p4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6p4 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണ്. അത് 6p4ന്റെ വാല്യൂ വരാൻ പോണത് 6 എത്ര വരാം? 360 വരും. 360. അപ്പൊ 360. 5p3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അപ്പോ അത് 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 120. ഇത് 60 വരും. 60. അപ്പൊ ഇവിടെ 360 പ്ലസ് 300 660 ആണ് ഇവിടെ വരിക. 7p5 എന്ന് പറയുമ്പോൾ 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അപ്പോ അത് 6 ഫാക്ടോറിയൽ 720 അല്ലേ? 720 ഇൻറ്റു 7 ബൈ 2 എന്ന് വരും. 360 ഇൻറ്റു 7 2520 ആണേ. അപ്പൊ നമ്മുടെ റെക്കോർഡ് ആൻസർ എന്ന് പറയുന്നത് 2520ൽ നിന്ന് 660 കുറച്ചതാണേ, മൈനസ് 660. അപ്പൊ 1860 എന്നാണ് നമ്മുടെ ഉത്തരം വരാം. 1860. കൗണ്ടിങ് പ്രോബ്ലം ആണ്. ജസ്റ്റ് സിമ്പിൾ ലോജിക്ക് കത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല.